പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RSS അനുഭാവികളുടെ ബഹിഷ്കരണത്തോടുകൂടി ഖത്തർ എയർവേസ് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഖത്തർ എയർവേസിൻ്റെ ചരിത്രം എന്താണ്, അവരുടെ വളർച്ചയിൽ പിന്നിട്ട നാഴികക്കല്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഖത്തർ എയർവേസ് എന്നുള്ളത് നമുക്കറിയാം, ഖത്തർ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിലുള്ള ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. ഈ ഖത്തർ എയർവേസ് ആരംഭിക്കുന്നത് 1993-ലാണ്. 94 മുതൽ ഇവർ സർവീസ് നടത്തുന്നുണ്ട്. 1994-95 കാലഘട്ടത്തിൽ കേവലം 2 വിമാനങ്ങളും 75 സ്റ്റാഫുകളും മാത്രം ഉണ്ടായിരുന്ന ഖത്തർ എയർവേസിൽ നിന്ന് ഏകദേശം 150-ൽ പരം വിമാനങ്ങളും 43,000-ൽ പരം സ്റ്റാഫുകളുമുണ്ട്. ഏകദേശം 200-ലധികം ഡെസ്റ്റിനേഷനിലേക്ക് ഖത്തർ എയർവേസ് ഇന്ന് സർവീസ് നടത്തുന്നുമുണ്ട്. ഖത്തർ എയർവേസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, 1997-ന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്നാണ് ഖത്തർ എയർവേസ് ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. 2011-ലും 15-ലും 17-ലും 19-ലും ഏറ്റവും അവസാനമായി 2021-ലും ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻ കമ്പനിക്കുള്ള അവാർഡ് ഖത്തർ എയർവേസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഖത്തർ എയർവേസ് 2018 വരെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും ദൂരം സർവീസ് നടത്തുന്ന, നോൺ സ്റ്റോപ്പായി സർവീസ് നടത്തുന്ന എയർലൈൻ ആയിരുന്നു. ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ നിന്നും ന്യൂസിലൻഡിലെ ഓക്ക്ലൻഡിലേക്ക് ഖത്തർ എയർവേസ് നടത്തിയിരുന്ന സർവീസായിരുന്നു. ഏകദേശം 14,500 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു സർവീസിൻ്റെ ദൂരം എന്ന് പറയുന്നത്. 2018 വരെ ഏറ്റവും ദൂരം കൂടിയ വിമാന സർവീസും ഇതായിരുന്നു. ഇതുകൂടാതെ ഖത്തർ എയർവേസിന് മാത്രമുള്ള മറ്റു ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഖത്തർ എയർവേസ് ആണ് ലോകത്തിലെ തന്നെ 6 ഭൂഖണ്ഡങ്ങളിലേക്കും സർവീസ് നടത്തുന്ന ഏക വിമാന കമ്പനി. അതുപോലെ തന്നെ ഖത്തർ എയർവേസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എയർബസ് A350, അതുപോലെ തന്നെ എയർബസ് A380, അതുപോലെ തന്നെ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ എന്നീ 3 വലിയ വിമാനങ്ങൾ സ്വന്തമായുള്ള ഏക വിമാന കമ്പനിയും ഖത്തർ എയർവേസ് ആണ്. മറ്റു പല വിമാന കമ്പനികൾക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഖത്തർ എയർവേസ് ആണ് A380-യും A350-യും ആദ്യമായിട്ട് സർവീസിന് ഉപയോഗിച്ച വിമാന കമ്പനിയും. മാത്രമല്ല, അമേരിക്കയിൽ എയർബസിൻ്റെ A350 ആദ്യമായി ലാൻഡ് ചെയ്തതും ഖത്തർ എയർവേസ് ആണ്. ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള, ഒരുപാട് പൊൻതൂവലുകൾ കരസ്ഥമാക്കിയ വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാമാങ്കങ്ങളിലൊന്നായിട്ടുള്ള ഫിഫ വേൾഡ് കപ്പിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിട്ടും അല്ലെങ്കിൽ മുഖ്യ പാർട്ണറായിട്ടും 2017 മുതൽ ഖത്തർ എയർവേസ് രംഗത്തുണ്ട്. അപ്പോൾ എന്താണ് ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം? വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.